നമസ്കാരം. ഇന്നൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരുള്ള ഇരിങ്ങോലക്കാവ് ദേവീക്ഷേത്രത്തിലാണ്. അതായത് പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈറ്റില ഹബ്ബിൽ നിന്ന് ഇത് 34 കിലോമീറ്റർ ഉണ്ട് ക്ഷേത്രം വരെ. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 18 കിലോമീറ്റർ. അറിയപ്പെടുന്നത് ഇരിങ്ങോലക്കാവ് വനദുർഗ ക്ഷേത്രം എന്നാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു 50 ഏക്കർ പൂർണ്ണ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോമ്പൗണ്ടിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇരിങ്ങോലക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കംസൻ 8ാമത്തെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ദേവകിയുടെയും വസുദേവരുടെയും അടുത്ത് ചെന്നപ്പോൾ അതൊരു പെൺകുഞ്ഞാണ് എന്ന് കണ്ടിട്ടും കംസൻ അതിനെ കൊല്ലാൻ ശ്രമിക്കുകയും ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് മേളിലേക്ക് ഉയർത്തിയപ്പം ആ കുഞ്ഞ് വഴുതി മാറിയിട്ട് നേരെ ഒരു ചൈതന്യമായിട്ട് മാറുകയും ആ ചൈതന്യമാണ് ഇരിങ്ങോലക്കാവ് ദേവീക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. കാവിന് ചുറ്റുമുള്ള മരങ്ങളിൽ ദേവാംശമുണ്ട് എന്നൊരു സങ്കല്പം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. അത് കാരണം ഒരു മരങ്ങൾ മുറിച്ചു മാറ്റാറുമില്ല. ഇതിൽ നിന്ന് അടർന്നു വീഴുന്ന കൊമ്പുകൾ പോലും വേറെ ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ വിഗ്രഹം ഒരു സ്വയംഭൂവാണെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ വിവാഹം, ഈ കെട്ടുനിറ ഇതുപോലുള്ള യാതൊരു ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൽ വെച്ച് നടത്താറുമില്ല. സുഗന്ധപുഷ്പങ്ങളോ അത് ചൂടി വരുന്ന സ്ത്രീകളെയോ കയറ്റാറില്ല. സുഗന്ധപുഷ്പങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറുമില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ വേറെ ഒരു ഐതിഹ്യം കൂടി. പ്രാധാന്യമുള്ള ദിവസം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ്. അതാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും ഒരു പ്രത്യേകത കൂടെ ഈ ക്ഷേത്രത്തിലുള്ളതെന്ന് വെച്ചാൽ കൊടിമരമില്ല. അതാത് സമയത്ത് ഉത്സവ സമയത്ത് അടയ്ക്കാമരം കൊണ്ടുവന്നാണ് കൊടിമരമായിട്ട് പ്രതിഷ്ഠിക്കുന്നത്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 11 മണി വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയുമാണ് ക്ഷേത്രനട തുറന്നിരിക്കുന്നത്. വാഹനങ്ങളൊന്നും ക്ഷേത്ര മതിൽക്കെട്ടുകളിലേക്ക് പ്രവേശനം ഇല്ല. അതുകൂടാതെ ഇത്രയും ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും കൊണ്ടുവന്ന് നിഷേധിക്കാതിരിക്കുക. ഈ വാഹനത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരു തരി പ്രകാശം പോലും ചില ഭാഗങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പറയേണ്ട കാര്യം. കാര്യം വെച്ചാൽ നമ്മൾ ഇത്രയും വേനൽ ചൂട് പുറത്തുള്ള സമയത്ത് ഈ കാവിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഒരു AC മുറിയിലിരിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണുള്ളത്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ കുറേ നേരം ചിലവഴിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഫ്രം GK Snapshot.